ജംഗ്ഷനിലാണ് ചോറും കഴിച്ചിട്ട് വണ്ടി എടുക്കാതെയാണ് ഇരിക്കുന്നത്. അല്ല ഗൈസ്, ഇവിടെയുള്ള എല്ലാവർക്കും ഭ്രാന്തളവി, വട്ടളവി, കുരുകളവി. വണ്ടി ഫുള്ളായിട്ട് വണ്ടി എടുക്കാതെയാണ് നിൽക്കുന്നത്. അല്ല ഗൈസ്, ഞാൻ വീട്ടിൽ പോയിട്ട് എന്തെല്ലാം ജോലികളുണ്ടെന്ന് അറിയുമ്പോ കുളിച്ചിട്ട് ഇനി ഫംഗ്ഷന് പോകണം. അല്ല ഗൈസ്, നിങ്ങൾ എല്ലാവരും കേൾക്കേണ്ടതാണ്. ഞാൻ 2 പെക്ക് അടിച്ചോളൂ, അതിന് ഞാൻ വെളുത്തുപോയി. ഇന്ന് ജവാനാണ് എടുത്തത്, 650 രൂപയായി. നീ അല്ലെങ്കിൽ മൊബൈലിൽ നോക്ക്, ഞാൻ വെളുത്തു. ഇതൊക്കെ അങ്ങോട്ട് വെക്കും. ആ പാടിനകത്തല്ല ഞാൻ ഇരിക്കണത്. എന്താടാ കാണിക്കണത്? ആ ഹലോ ഗായ്സ്, നമ്മളെ കൂടെ ഉള്ള അമ്മുവിന്റെ മാപ്പിളേനെ അമ്മു അടിക്കാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് അവർ രണ്ടുപേരും ഇങ്ങോട്ട് അമ്മുവിന്റെ മാപ്പിള ഇങ്ങോട്ട് നോക്കിയേ. അമ്മുവിന്റെ മാപ്പിളെ അമ്മുവിന്റെ ഒരു അനിയുണ്ട് കുട്ടൂസ്. അവന്റെ കല്യാണത്തിന് ഈ ബസ് വിളിക്കുമെന്ന് പറഞ്ഞ അവ ഭയങ്കര കരച്ചിലാണ്. അവ അഡ്വാൻസ് വരെ കൊടുത്ത്. അതിന്റെ ഡയലോഗ് ഞാൻ അടിക്കില്ല, എന്നാലും ആ ചെറുക്കനെ കാണിച്ചു തരാം. എന്തൊരു ചിരി. അടുത്ത് ഷിജോണന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഈ ബസ് തന്നെയാണ് പാലക്കാട് പോകാനെന്ന് പറഞ്ഞ് ഷിജോണ വാശി പിടിക്കുകയാണ്. അതാണ് ബാസുവിന്റെ മോനെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നടന്നു അടുത്ത ഒരു ജിറാഫ് ഉണ്ട്. അവന്റെ കല്യാണത്തിനും ഈ ബസ് മതിയെന്നും പറഞ്ഞ് അവൻ ഇപ്പോഴേ 3 രൂപ അഡ്വാൻസ് കൊടുത്ത് അവനാണ് അങ്ങ് അറ്റത്ത് നിൽക്കുന്നത്. ആ വേട്ടവളിയില് ഞാൻ തന്നെ കാണിച്ചു തരാം. ഇനി മരം മുറിക്കണ നമ്മുടെ വിനോദണ്ണന്റെ ഇളയ മോനുണ്ട്. അവന്റെ കല്യാണത്തിനും പാലയമണത്തിൽ നിന്നും വയനാട്ടിൽ പോവാ ഈ ബസ് തന്നെ മതി എന്നും പറഞ്ഞ് അവനും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആ കൂട്ടത്തിൽ തന്നെ ഷാജന്റെ മോയി പെണ്ണ് കിട്ടുമെന്നും പറഞ്ഞ് അവനും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പപ്പു ഗോപാലന്റെ മോൻ കല്യാണത്തിന് രണ്ടാമത്തെ കല്യാണത്തിന് ഈ ബസ് തന്നെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിനെ കാണിച്ചു തരാം. ഒരു കളർ മുടി, വെളുത്ത മുടി കളർ മടിച്ചു. സോറി, ഈ വീഡിയോയിൽ ഒരു അബദ്ധം പറ്റിയിരിക്കുകയാണ്. രണ്ടാമത്തെ കല്യാണം അല്ല, 16 മതിയാ. തീർന്ന